നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചുകൂടോ മീൻ? നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകും ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് നല്ലോണം പൊട്ടി തീരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഈ വറവിടുന്ന കറിയാണെങ്കിൽ വറവൊക്കെ നല്ല മൂത്ത് വരുമ്പോഴേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ വറവൊക്കെ നല്ലൊന്ന് മൂത്ത് വന്നിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളകും പൊടി ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ആ 2 പൊടികൾ മാത്രം മതി കേട്ടോ. എന്നിട്ട് ചെറിയ തീ തന്നെ ആ എണ്ണയിൽ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഒരൊറ്റ തക്കാളി നല്ല പേസ്റ്റ് ആക്കിയത് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നല്ലൊന്ന് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അത് നല്ലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് നല്ലൊന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ആ പുളിവെള്ളം കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മീനിക്ക് എത്രയാണ് കറി വേണ്ടത് അതിനനുസരിച്ച് കറി ഒന്ന് ആക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ചില ആൾക്കാർക്ക് നമുക്ക് കറിയിൽ നിന്ന് തക്കാളിയൊക്കെ മീൻ കറിയിൽ നിന്ന് തക്കാളിയൊക്കെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഒരൊറ്റ തക്കാളി നല്ല സ്ലൈസ് ആക്കിയിട്ട് കനം കുറച്ചുകാണ്ട് അരിഞ്ഞത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ പാടൊന്ന് വെന്ത് നല്ല തിളച്ച് വരുമ്പോഴാണ് നമുക്ക് മീൻ ഇടേണ്ടത്. അപ്പോൾ ആ തിളച്ച് വരുന്ന സമയത്ത് തക്കാളി നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ മസാലകളെ പച്ചക്കുത്തൊന്നും മാറിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ കറികളൊക്കെ നല്ലൊന്ന് വെട്ടി തിളച്ചിക്കണേ. ഈ സമയത്ത് നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി ഇരിക്കുന്ന മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് ഏട്ടയാണ് കേട്ടോ. നല്ല ചെറിയ ഏട്ട ആയതുകൊണ്ട് മുറിക്കാനും നിന്നിട്ടില്ല, അച്ചയിൽക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇത് തല ഞാൻ അതിലേക്ക് ഇട്ടിട്ടില്ല. ഈ ഏട്ട കറി വെക്കുമ്പോൾ തല ഇട്ടുകാണ്ട് വെക്കുകയാണെങ്കിൽ കറിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തല സെപ്പറേറ്റ് ആയിട്ടാണ് വേറെ വെക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ കാമ്പെടുത്താണ് വേറെ മുളകിടാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കറിയൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് കറി ഒന്ന് മൂടി വെച്ച് വേവിച്ചിക്കണേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ ഏട്ടയൊക്കെ നല്ലപ്പോൾ വെന്ത് സെറ്റ് ആയിക്കണം കേട്ടോ. ഇപ്പോൾ എത്ര ഉള്ള കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. എന്നിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എന്താണ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.